നിങ്ങളുടെ ഉള്ളിലെ ചിന്തകളും പുറത്തെ പ്രതികരണം തമ്മിൽ പൊരുത്തക്കേട് അനുഭവപ്പെടുന്നുണ്ടോ? അതിന്റെ കാരണം കൃത്യമാകാത്ത കോർട്ടിക്കൽ മധ്യസ്ഥതയാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പറയുന്നത് എങ്ങനെയാണ് ഇനാക്യുറേറ്റ് കോർട്ടിക്കൽ മീഡിയേഷൻ ക്രിയേറ്റ് ഡിസ്ഹാർമണി ഇൻ അവയർനെസ് ആൻഡ് റെസ്പോൺസ്. പ്രായോഗിക അവബോധനം എന്നുള്ള പാഠത്തില് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കൃത്യമാകാത്ത കോർട്ടിക്കൽ മധ്യസ്ഥത എന്നുള്ളതാണ്. എന്താണ് കോർട്ടിക്കൽ മധ്യസ്ഥതയിൽ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് കോർട്ടിക്കൽ മധ്യസ്ഥത കൃത്യമാകാതെ പോകുന്നത്? കൃത്യമാകാത്ത കോർട്ടിക്കൽ മധ്യസ്ഥതയെ എങ്ങനെ മനസ്സിലാക്കാം? നമുക്ക് നോക്കാം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ഈ ദിനം, സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെയും എവരെയും നയിക്കുമാറാകട്ടെ. ഈ കോർട്ടിക്കൽ മധ്യസ്ഥതയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു. അതിൽ ഈ കോർട്ടിക്കൽ മാർഗനിർദ്ദേശം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്, അതുവഴിയാണ് ഈ മീഡിയേഷൻ അല്ലെങ്കിൽ മധ്യസ്ഥത നടക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോ അതിന് കൃത്യത വരാതിരുന്നാലുള്ള പ്രശ്നം എന്താ? അവിടെയാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ അകത്തെ ചിന്തകളും പുറത്തുള്ള പ്രതികരണം തമ്മിൽ ചേർന്ന് പോകാതെ വരുന്ന ഒരവസ്ഥ വരുന്നത്. നമുക്കറിയാം, അകവും പുറവും നിരന്തരം പരസ്പരം സ്വാധീനിക്കുന്നു. ഈ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നതിനേക്കാളും അകത്തിന്റെ തുടർച്ചയാണ് പുറത്ത്, പുറത്തിന്റെ തുടർച്ചയാണ് അകത്ത് എന്ന് പറയുന്ന രണ്ട് മേഖലകളായിട്ട് നമ്മൾ ഇതിന് മനസ്സിലാക്കും. ഒരേ വസ്തുതയുടെ തന്നെ രണ്ട് മേഖലകളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇതിനിടയിൽ നമ്മൾ വിഭേദനം നടത്തുന്ന സമയത്ത് ഇവ രണ്ടും രണ്ടായിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഈ അകവും പുറവും രണ്ടായി നിൽക്കുന്നത്. എങ്കിലും നമ്മൾ ആ വിഭേദനത്തെ പരമാവധി ഒഴിവാക്കി ചേർത്ത് നിർത്താൻ ഈ കോർട്ടിക്കൽ മധ്യസ്ഥതയ്ക്ക് കഴിയുമ്പോഴാണ് അകവും പുറവും നിരന്തരം ആയിട്ട് പരസ്പരം സ്വാധീനിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നത്. അപ്പോ ഈ അകവും പുറവും ഏകീകരിക്കുന്ന ഒരവസ്ഥയിലാണ് ശരിയായ പ്രതികരണം, ശരിയായ പ്രതിനില ഉണ്ടാവുക. പുറത്തെന്താണോ ഉണ്ടാവുക അകത്ത് ഉണ്ടാവുക, അകത്തെന്താണോ ഉണ്ടാവുക അതിനകത്ത് പുറത്തുണ്ടാവുക. ഇത് ശരിയായ ഏകീകരണം നടക്കണം. ഈ ഏകീകരണം നടക്കാതെ പോകുന്ന സമയത്ത്, അതായത് കോർട്ടിക്കൽ മധ്യസ്ഥത കൃത്യമാകാതെ പോകുന്ന സമയത്ത് ജീവിതത്തിൽ അസമന്വയം ഉണ്ടാവും. നമ്മുടെ ജീവിതവും പരിസരവും തമ്മിൽ പൊരുത്തമാകാതെ വരും. പരിസ്ഥിതിയും ആത്മസ്ഥിതിയും തമ്മിൽ നേരിട്ടുള്ള ഒരു കോർഡിനേഷൻ നടക്കാതെ പോകും. അവിടെ സംഘർഷം ഉണ്ടാവും, മാനസിക സംഘർഷം ഉണ്ടാവും, ശാരീരികമായ സംഘർഷം ഉണ്ടാവും, സാമ്പത്തിക സംഘർഷം ഉണ്ടാവും, സാമൂഹിക സംഘർഷം അല്ലെങ്കിൽ ബന്ധങ്ങളിൽ സംഘർഷം ഉണ്ടാവും. അപ്പോൾ ആ ഏകീകരണം കൃത്യമായി പോകണം. ഏകീകരണം കൃത്യമായി പോകുക എന്ന് വെച്ചാൽ അതിന് പല ഘടകങ്ങൾ അതിനകത്ത് പറയാം നമുക്ക്. ഇപ്പൊ ഉദാഹരണത്തിന്, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നമുക്ക് സ്പർശിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരാൾ നൃത്തം ചെയ്യുന്നു. ഇപ്പൊ ഈ വീരനാട്യത്തിന്റെ ഒക്കെ ഒരുപാട് വീഡിയോസ് ഒക്കെ നമ്മളിവിടെ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്. വീരനാട്യം ഒരുപാട് പേർ ചേർന്ന് കളിക്കുന്നു. അതിൽ നല്ലപോലെ കളിക്കുന്ന ഒരാളെ ഒരാളെ അത് കണ്ടു നിൽക്കുന്ന കാണികളെല്ലാം പൈസ അണിയിച്ച് ആദരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഇവരെ വളരെ സ്പീഡിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പൈസ അവരുടെ മുകളിൽ കൊണ്ട് കൊളുത്തി വെക്കാൻ, ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ കഴിയില്ല. അപ്പോ ഇവരങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് അവർ നിന്ന് കൊടുക്കും. ആ നിന്ന് കൊടുക്കുമ്പോൾ മാത്രമേ ഈ പൈസയുടെ ക്ലിപ്പും അവരുടെ ഉടുപ്പും തമ്മിൽ ചേർത്ത് വെക്കാൻ കഴിയൂ. അല്ലെങ്കിൽ അത് സാധിക്കില്ല. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോകാൻ ഒരുക്കുന്ന സമയത്ത് നീ ഒന്ന് അടങ്ങി നിന്നതാന്ന് എല്ലാ രക്ഷിതാക്കളും കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്. കാരണം കുട്ടികൾ അടങ്ങി നിൽക്കില്ല, അവർ ചലിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് തല ചീകി ഒതുക്കാനോ അവരുടെ ബട്ടൺസ് ഇട്ട് കൊടുക്കാനോ ബുദ്ധിമുട്ടാണ്. അതുപോലെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഡൈനാമിക് ആയിട്ടുള്ള ഒരു പ്രവർത്തനം ജീവി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിന് ഈ ചലനവുമായിട്ട് ചേർന്ന് പോകാൻ കഴിയില്ല. ചലനവുമായിട്ട് ചേർന്ന് പോകണമെങ്കിൽ ഈ അകവും ചലിക്കണം. ഈ പുറത്തുള്ള ചലനത്തിനൊപ്പം അകവും ചലിക്കണം, അല്ലെങ്കിൽ അകത്തുള്ള ചലനത്തിനനുസരിച്ച് പുറം ചലിക്കണം. രണ്ടും ഒരേ വേഗത്തിൽ ഒരേ ദിശയിൽ ചലിക്കുന്ന സമയത്ത് മാത്രമേ ഈ ഒരു ഏകീകരണം സംഭവിക്കുകയുള്ളൂ. ഈ ഡൈനാമിക് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ ഈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം നമുക്ക് പ്രദാനം ചെയ്യുന്നത്, അല്ലെ? നമ്മൾ വളരെ ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഡൈനാമിസത്തിലാണ്.
ഈ പുറത്തിന്റെ പുറത്ത് പരിസ്ഥിതിക്ക് പരിസ്ഥിതിയായിട്ടുള്ള വശങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ അവിടത്തെ ഉള്ള ഘടകങ്ങളുണ്ടല്ലോ, പ്രകൃതിയിലെ ഘടകങ്ങളുണ്ടല്ലോ, അവയ്ക്ക് ഇതുമായിട്ട് അനുയോജ്യമായി നിൽക്കാൻ കഴിയണമെന്നില്ല. അതുപോലെ തന്നെ അകത്തുള്ളതിനും കഴിയണമെന്നില്ല. അവിടെയാണ് ഈ ഡൈനാമിസത്തിന്റെ വേഗം കുറഞ്ഞ് നമ്മൾ പാരാസിമ്പത്തറ്റിക് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകണമെന്ന് ശരീരം പറയുന്നത്. ശരീരത്തിന്റെ ആക്ടിവിറ്റീസ് ഏറ്റവും കുറഞ്ഞ്, അതിന്റെ ചലനവേഗം കുറഞ്ഞ്, അത് കൈകാര്യം ചെയ്യുന്ന ബ്രെയിനിന്റെ കോർട്ടക്സിന്റെ ഒക്കെ സ്പീഡ് കുറഞ്ഞ് അതൊരു ആൽഫ സ്റ്റേറ്റിലേക്കൊക്കെ പോയി പതുക്കെ ആകുന്ന സമയത്താണ് പതുക്കെ ഈ അനുരണനം സംഭവിക്കുക. അപ്പോഴാണ് നമുക്ക് ശരീരത്തിന്റെ റിപ്പയറിംഗ് പ്രോസസ് സംഭവിക്കുക, റെസിലിയൻസ് സംഭവിക്കുക. അപ്പോ ഈ വേഗം എന്ന് പറയുന്നത്, ചലനവേഗം എന്ന് പറയുന്നത്, പുറത്തുള്ള വ്യവസ്ഥയുടെ ചലനവേഗവും അകത്തുള്ള വ്യവസ്ഥയുടെ ചലനവേഗവും ആയി പോകണം എന്നുണ്ടെങ്കിൽ ഈ ഉയർന്ന ചലനവേഗമാണെങ്കിൽ അത് സാധിക്കില്ല. വളരെ താഴ്ന്ന ഇപ്പോ തീരെ ചലിക്കുന്നില്ല എന്നിരിക്കട്ടെ, അപ്പൊ പിന്നെ ഡൈനാമിക് ആയിട്ടുള്ള സ്വഭാവം വിട്ടുപോയി. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഒരു മീഡിയം ചലനവേഗത്തിൽ മാത്രമേ ഇത് സാധ്യമാകൂ. അപ്പോ അകവും പുറവും ഒരു മീഡിയത്തിൽ ചലിക്കുന്ന, മീഡിയം വേഗത്തിൽ, അത് നമ്മൾ ബ്രെയിൻ വേവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 7 ഹെർട്സിന്റെ താഴെ ഒക്കെ ചലിക്കുകയാണെങ്കിൽ ഇവ തമ്മിലുള്ള ഏകീകരണം കൃത്യമായിട്ട് സംഭവിക്കും. നമ്മുടെ അകത്തുള്ള ചിന്തകൾ, പുറത്തുള്ള പ്രതികരണങ്ങൾ, പുറത്തുള്ള ചലനങ്ങൾ, ഇവ തമ്മിൽ പൊരുത്തക്കേട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അകവും പുറവും തമ്മിൽ കൃത്യമായിട്ടൊരു അസമത്വം നടക്കുന്നു, രണ്ടിന്റെയും ചലനവേഗങ്ങൾ വ്യത്യാസം ഉണ്ടാകുന്നു എന്നാണ്. അവിടെ ചിന്തയും പ്രവൃത്തിയും തമ്മിൽ കൃത്യമായിട്ട് വ്യത്യാസം ഉണ്ടാവും. വികാരങ്ങളും പ്രതികരണം തമ്മിൽ പൊരുത്തക്കേട് ഉണ്ടാവും. അവിടെ അസന്തുലിതമായിട്ടൊരു പ്രതികരണം ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ ഇംപ്യൂർ ആയിട്ടുള്ള മീഡിയേഷൻ എന്ന് പറയുന്നത്. അൺക്ലിയർ ആയിട്ടുള്ള മീഡിയേഷൻ, കൃത്യമല്ലാത്ത ഇനാക്യുറേറ്റ് ആയിട്ടുള്ള മീഡിയേഷൻ അല്ലെങ്കിൽ എന്ന് പറയുന്നത് കൃത്യതയില്ലാത്ത മധ്യസ്ഥത എന്ന് പറയുന്നത്. അതിന്റെ കാരണം കൃത്യതയില്ലാതെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ കോർട്ടിക്കൽ ആയിട്ടുള്ള ആ ഒരു കോർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ഉണ്ടല്ലോ, ആ കോർട്ടിക്കൽ ഗൈഡൻസ് എന്ന് പറയുന്ന ആ സംഭവം, എനിക്ക് ആ പദം പറഞ്ഞു പോയത്, ഞാൻ തപ്പി നോക്കിയത്. കോർട്ടിക്കൽ ആയിട്ടുള്ള ഗൈഡൻസ് എന്നുള്ള സംഭവം തെറ്റിപ്പോകുന്നു എന്നുള്ളതാണ് കാര്യം. അവിടെ എന്താണ് ഈ കോർട്ടിക്കൽ മധ്യസ്ഥത സംഭവിക്കുന്നത്? സാധാരണ രീതിയിൽ കോർട്ടിക്കൽ മധ്യസ്ഥത, മീഡിയേഷൻ എന്ന് പറയുന്ന സംഭവത്തിൽ സംഭവിക്കുന്നത് അകവും പുറവും തമ്മിൽ പരസ്പരം ഇടപെടുത്തുന്നു. മസ്തിഷ്കം, അതിന്റെ കോർട്ടക്സ് എന്ന് പറയുന്നത് ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇതാണ് സാധാരണ രീതിയിൽ സംഭവിക്കുന്നത്. അതായത് അകവും പുറവും രണ്ടു വേഗത്തിൽ പോകുന്നു, അല്ലെങ്കിൽ അവയുടെ സ്വന്തം രീതിക്കനുസരിച്ച് പോകുന്നു. സെർബൽ കോർട്ടക്സ് ഇതിന്റെ ഇടയിൽ നിന്നുകൊണ്ട് അതിന്റെ വേഗവും ഇതിന്റെ വേഗവും തമ്മിൽ സമീകരിച്ച് ബോധ്യപ്പെടാൻ ശ്രമിക്കുന്നു. ചെറിയ കാലം മുതൽ ഒരു കുട്ടി പുറത്തുള്ള ചലനം കാണുന്നു, അകത്തുള്ളത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിന്റെ ഇടയിലാണ് ഇയാൾ ജീവിക്കുന്നത്. ഇയാളുടെ കോർട്ടക്സ് ഇവയ്ക്കിടയിലുള്ള കാര്യങ്ങളെയാണ് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ അങ്ങനെ കണക്ട് ചെയ്ത് കുറെ വർഷം കഴിയുന്ന സമയത്ത് പുറത്തുള്ള വേഗവും അകത്തുള്ള വേഗവും രണ്ട് തരത്തിലാണെങ്കിൽ പോലും അങ്ങനെ ശീലിച്ചത് കൊണ്ട് രണ്ടും കൂടെ ചേർന്നിട്ട് ഏകീകരിച്ചാണ് പോകുന്നത് എന്ന ധാരണ ഈ കോർട്ടക്സിനുണ്ടാവും, ഈ വ്യക്തിക്കുണ്ടാവും. അവിടെ വ്യക്തി ചിന്തിക്കും, ഈ അകവും പുറവും പരസ്പരം ബന്ധത്തിലാണ്, പ്രതികരണങ്ങൾ, നമ്മുടെ റെസ്പോൺസസ് എല്ലാം കൃത്യമായിട്ട് ഇതിനെ കൊണ്ടുപോകുന്നുണ്ടെന്ന്. അവിടെ സമന്വയമുണ്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. ഇപ്പോ ചില ആളുകളോട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ അവര് കൗണ്ടർ ചെയ്ത് അതിനെ പ്രതികരിക്കും. ഈ കൗണ്ടർ ചെയ്ത് പ്രതികരിക്കുന്നതാണ് സാമാന്യേന സമന്വയത്തിലായി നിൽക്കുന്ന ഒരു അവസ്ഥ എന്നൊരു ധാരണയുണ്ട്. ഞങ്ങൾ പാലക്കാട്ടുകാരുടെ ഒരു രീതിയുണ്ട്. ഒരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ കുട്ടിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് അതിനോട് തല്ലും, നുള്ളു തന്നാലുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാനിത് എടുത്തുകൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അതിനോട് ഇന്ററാക്ട് ചെയ്യാൻ കണ്ടെത്തുന്ന ചില വഴികളാണ്. ആ കുഞ്ഞിനോട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് നിന്നോട് ഞാൻ ഇടപെടുന്നു എന്ന് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് ഇടപെടുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ചില പ്രകടനങ്ങളാണ്. പക്ഷെ ഈ പ്രകടനം ഉണ്ടാക്കുന്ന വെച്ചാൽ കൗണ്ടറിംഗ് ആണ്. രണ്ടുപേർക്കും ഇടയിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് അവർക്കിടയിൽ ഒരു ബന്ധം സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോ ഇത് ചെയ്യുന്ന വ്യക്തിയുടെ ധാരണ എന്താന്ന് വെച്ചാൽ, അയാളുടെ വിശ്വാസം എന്താന്ന് വെച്ചാൽ അവിടെ സമന്വയം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കാരണം ചെറുപ്പകാലം മുതൽ ഈ രീതിയിൽ ഇടപെട്ടുകൊണ്ടാണ് അയാള് സമന്വയത്തെ മനസ്സിലാക്കിയുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ അത്തരം ഒരു കൗണ്ടറിങ് ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാകുന്നത് എന്താണ്?
ആ മീഡിയേഷൻ എന്നുള്ളത് കൃത്യമാകില്ല. ആ കുട്ടിയും ഈ പാറ്റേൺ പഠിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടി ചെറിയ കാലം മുതൽ ആയതുകൊണ്ട് അത് ഈ പാറ്റേൺ പഠിക്കും. പക്ഷെ അയാൾക്ക് ഈ വ്യക്തിയോട് 100% ചേർന്ന് പോകാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായി. ഇതേപോലെ തന്നെ ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുൻപിലുള്ള ചലനങ്ങൾ, നമ്മുടെ പരിസ്ഥിതിയിലുള്ള ചലനങ്ങളും ആത്മസ്ഥിതിയിലുള്ള ചലനങ്ങളും തമ്മിൽ ഏകീകരിക്കാൻ നമ്മുടെ കോർട്ടിക്കൽ മീഡിയേഷന് കഴിയുക, അല്ലെങ്കിൽ കോർട്ടക്സിന് കഴിയുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ പലപ്പോഴും അത് സംഭവിക്കില്ല. പക്ഷെ ചെറിയ കാലം മുതൽ അത് ശീലിച്ചു വരുന്ന സമയത്ത് അത് സമന്വയമാണെന്ന് നമ്മൾ ധരിച്ചു വശാണ്. ഈ കൃത്യതയില്ലായ്മ ഉണ്ടല്ലോ, ഇവ രണ്ടും രണ്ട് വേഗത്തിലാകുന്ന ഒരു അവസ്ഥയിലുണ്ടല്ലോ, അത് സമന്വയമാണെന്ന് നമ്മൾ ധരിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാണ്ടല്ലോ, അത് സ്വാഭാവികമായിട്ടും ഈ കോർട്ടിക്കൽ മീഡിയേഷൻ എന്നുള്ള ആ ടോട്ടൽ പ്രോസസ്, അതിന്റെ ദൗത്യം, അതിന്റെ പർപ്പസിനെ തന്നെ കൊളാപ്സ് ചെയ്യും. പക്ഷെ നമ്മൾ അറിയുകയില്ല. നമ്മുടെ ധാരണ നമ്മൾ നന്നായി പെരുമാറുന്നു, എന്റെ അകത്തുള്ള ചിന്തയ്ക്കനുസരിച്ച് ഞാൻ പെരുമാറുന്നു, എന്റെ പുറത്തു വരുന്ന കാര്യങ്ങൾക്കനുസരിച്ച് എന്റെ അകത്ത് പ്രവർത്തനങ്ങൾ നടക്കുന്നു, ഇതാണ് എന്റെ നോർമാലിറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കും. അപ്പോ കോർട്ടിക്കൽ മീഡിയേഷൻ എന്നുള്ള സംഭവം നേരാമണ്ണം പോകുന്നു എന്ന് നമ്മൾ ധരിക്കുമ്പോൾ, വ്യക്തി ധരിക്കുമ്പോഴും അത് യഥാർത്ഥത്തിൽ പ്രകൃതിയിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ കഴിയില്ല. കാരണം ആ നിൽക്കുന്ന ഒരവസ്ഥ സമന്വയമാണ് എന്ന് നമ്മൾ സ്വയം ധരിക്കും. ഈ ഇംബാലൻസ് വരുന്നതിന്റെ കാരണം എന്താണ്? ഇത് കൈകാര്യം ചെയ്യാനുള്ള, അതായത് പുറത്തുള്ളതും അകത്തുള്ളതും തമ്മിൽ അവയുടെ താളങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള, അവയെ താളങ്ങൾ തമ്മിൽ ഏകീകരിക്കാനുള്ള ശേഷിയുടെ കുറവാണ്, നിയന്ത്രണ ശേഷിയുടെ കുറവ്. ഈ നിയന്ത്രണ ശേഷി എവിടെയാണ് ഉണ്ടാവുക? അത് സഹജാവബോധത്തിലാണ് ഉണ്ടാവുക. ആ സഹജാവബോധത്തിൽ നിന്നുള്ള ഫാക്കൽറ്റി അത് ഒരു വഴക്കമായിട്ട് ശിക്ഷിതാവബോധത്തിൽ വെളിപ്പെടുത്തുകയും അത് പലതവണ ആവർത്തിച്ച് പ്രയോഗിച്ച് അത് ശിക്ഷിതാവബോധമായിട്ട് മാറുകയും തഴക്കമായി മാറുകയും അതുപയോഗിച്ചുകൊണ്ട് നമ്മുടെ വെളിയിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളെ വിശ്വാസങ്ങളായിട്ടും അറിവുകളായിട്ടും ഒക്കെ സംഭരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവയുടെ വെളിച്ചത്തിൽ പുറത്തുനിന്നും വരുന്ന ഒരു പ്രവർത്തനത്തെ, അതിന്റെ താളത്തെ ബോധ്യപ്പെട്ടുകൊണ്ട് ക്രമീകരിക്കുകയും ചെയ്യുന്ന പ്രോസസ്സാണ് നടക്കുന്നത്. എത്ര ഉള്ളിൽ നിന്ന് വരും, സഹജാവബോധത്തിൽ നിന്നും ശിക്ഷിതാവബോധത്തിലേക്കും, അവിടുന്ന് ഉപബോധത്തിലേക്കും, അവിടുന്ന് ജാഗ്രത് ബോധത്തിലേക്കും, അവിടുന്ന് പ്രകടബോധത്തിലേക്കും പ്രതിബോധത്തിലേക്കും യാത്ര ചെയ്യുന്ന ഈ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഇവയുടെ എല്ലാത്തിന്റെയും ചലന വേഗങ്ങളെ ഏകീകരിക്കാനുള്ള, അല്ലെങ്കിൽ താള സമന്വയമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയുണ്ടെങ്കിൽ മാത്രമാണ് ഈ മധ്യസ്ഥത കൃത്യമാവുക. കോർട്ടക്സ് പ്രവർത്തിക്കണമെങ്കിൽ ആ കോർട്ടക്സിന് ഇവയെല്ലാം തമ്മിൽ ഏകീകരിക്കാനുള്ള ശേഷി ഉണ്ടാവണം. ഈ ശേഷി നിയന്ത്രിക്കുന്നത്, നിർണയിക്കുന്നത് സഹജാവബോധത്തിലെ താളബോധമാണെന്നാണ് പറഞ്ഞു വന്നത്. ഈ താളത്തിലെ അസന്തുലിതാവസ്ഥ എന്ന് പറയുന്ന ഒന്ന് ഉണ്ടെങ്കിൽ അവിടെ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് പ്രകൃതി മറ്റൊരു കാര്യം അവിടെ കൊടുത്തിട്ടുണ്ടാവും. അതിനാണ് ലോജിക്കൽ കോമ്പൻസേഷൻ എന്ന് പറയുക, യൗക്തിക പരിഹാരം എന്ന് പറയുന്നത്. ഇത് പ്രകൃതി എല്ലാ വ്യവസ്ഥകളും നൽകുന്നതാണ്. ഒരു താളാത്മകമായ ചലനത്തിന്റെ കുറവ് വരുന്നുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാനായിട്ട് യുക്തിയുടെ ഒരു ഫെസിലിറ്റി അവിടെ കൊടുത്തിട്ടുണ്ടാവും, യുക്തിയുടെ ഒരു കോമ്പൻസേഷൻ അവിടെ നടത്തിയിട്ടുണ്ട്, നഷ്ടപരിഹാരം എന്ന് പറയില്ലേ, ഇതിന്റെ കുറവ് അവിടെ പരിഹരിക്കുന്നു, അതുണ്ടാവും. അപ്പോ താളം ഹാർമണിയസ് ആയിട്ട് പോകണം എന്നുള്ള ഒരു അവസ്ഥയിൽ യുക്തിക്ക് വലിയ പ്രസക്തിയില്ല. പക്ഷെ താളം കുറയുന്ന സമയത്ത് ഇതിനെ പരിഹരിക്കാൻ യുക്തി കൊണ്ട് അവിടെ ഇടപെടും. യുക്തി കൂടിയാൽ എന്താ ഉണ്ടാവുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. വ്യവസ്ഥാ തലങ്ങൾ ഓരോന്നും തമ്മിലുള്ള ബന്ധത്തിൽ ഈ നേരത്തെ പറഞ്ഞ ബാരിയർ ഉണ്ടായി വരും. ഒന്നായിരിക്കുന്ന ഒരവസ്ഥയെ വിഭേദനം ചെയ്ത് രണ്ടാക്കി നിർത്തി പിന്നെ രണ്ടിനെയും ഒരുമിച്ച് ചലിപ്പിക്കാൻ പെടുന്ന ഒരു പാട് അവിടെ ഉണ്ടാവും അല്ലെ? നാരായണത്തുപുരാതൻ മലയുടെ മുകളിലേക്ക് കല്ലുരുട്ടി കയറ്റിയ പോലെ ഒന്നായിരിക്കുന്നതിനെ രണ്ടായി മാറ്റി, എന്നിട്ട് തന്നെ രണ്ടിന്റെയും പ്രത്യേക രീതിയിൽ രണ്ടായിട്ട് ചലിക്കുന്ന സമയത്ത് അവയെ ഏകീകരിക്കാനുള്ള ശ്രമം. ഇത് ഈ ഹാർമണി, അകത്തും പുറത്തുമുള്ള രണ്ട് താളങ്ങളെ ഏകീകരിക്കാനുള്ള ഒരു സഹജ ശേഷിയാണ്. ആ സഹജശേഷിയുടെ കുറവ്, സഹജശേഷിയുടെ ദൗർബല്യം, സഹജശേഷി എന്ന് പറയുമ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ മൊത്തത്തിൽ വരുന്നൊരു പ്രശ്നമാണ്. നെർവസ് സിസ്റ്റത്തിൽ ഇതെങ്ങനെയാണ് ബാധിക്കുക?
നെർവസ് സിസ്റ്റത്തിന് അകത്ത് ഈ ന്യൂറോണുകൾ ഉണ്ടല്ലോ, ന്യൂറോണുകൾ ഓരോന്നും ഒരു ന്യൂറോൺ അതിൽ കിട്ടുന്ന ആഘാതം ഒരു സന്ദേശം എന്ന വണ്ണം അടുത്തതിലേക്ക് കൊടുക്കുന്നു, അടുത്തതിലേക്ക് കൊടുക്കുന്നു. ഈ വിധത്തിലാണ് സന്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. താളത്തിന് വേണ്ടിയുള്ള സ്പന്ദനങ്ങളും ഇവയെല്ലാം കടത്തിവിടുന്നത് നാഡീജാലികയിലൂടെയാണ്. ഈ ഒരു ന്യൂറോണും മറ്റൊരു ന്യൂറോണും തമ്മിൽ മുട്ടുന്ന ഭാഗത്ത് മറ്റേ സിനാപ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. തൽക്കാലത്തേക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു റബ്ബർ ബുഷ് പോലൊരു സംഭവമായിട്ട് വിചാരിച്ചാൽ മതി. അതും തമ്മിൽ ഇടിക്കുന്ന ഭാഗത്ത് ഒരു റബ്ബർ ബുഷ് ഉണ്ട്. ഈ റബ്ബർ ബുഷിന്റെ ഫ്ലെക്സിബിലിറ്റി വളരെ കൂടുതൽ, ജെല്ല് പോലെ ഇരിക്കുന്നു എന്നിരിക്കട്ടെ. ഇത് ചെന്ന് അവിടെ മുട്ടുന്ന സമയത്ത് ഇത് ജെല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് ഇവിടെ എന്താണോ സന്ദേശം എന്നുള്ളത്, ആ സന്ദേശം ജെല്ലിന്റെ ഇടയിൽ കൂടെ ഷോക്ക് അബ്സോർബ് ചെയ്ത് പോയിട്ട് അപ്പുറത്തേക്ക് ചെല്ലാൻ കഴിയാതെ പോകും. അവിടെ ഒരു അയവഴമ്പൻ അവസ്ഥയാണ് ഉണ്ടാവുക. യുക്തിയുടെ സ്വാധീനം ഉണ്ടാകുന്നത് അവിടെയാണ്. ഈ വിധത്തിലാണ് യുക്തി അവിടെ ഡെവലപ്പ് ചെയ്യുക. കാരണം ഈ വരുന്ന ആഘാതം അതേപോലെ അപ്പുറത്തേക്ക് പോകില്ല, അത് വഴിതിരിഞ്ഞ് അപ്പുറത്തേക്കും. ആ വഴിതിരിവ് എന്നുള്ളതാണ് യുക്തിയായിട്ട് പ്രത്യക്ഷമാകും. ഇനി ഈ ബുഷിന്റെ ഈ സിനാപ്സ് എന്ന് പറയുന്ന ബുഷിന്റെ ഗാഠത, പശിമ കൂടിയെന്നിരിക്കട്ടെ. കൂടിയിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന ഒരു ആഘാതം അവിടെ പോയി തട്ടി മുട്ടി പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അവിടെ ബുഷുകൾ വെക്കുക അല്ലെ. പക്ഷെ ഈ ബുഷ് കേടായാലോ, ബുഷ് കല്ലുപോലെ ആയാലോ, ഇത് പോയി ഇടിക്കുന്നത് ഇതിനും കൂടുതൽ ശക്തിയിലാണ്, കൂടുതൽ രീതിയിലായിരിക്കും അപ്പുറത്തേക്ക്, കൂടുതൽ ആഘാത ശേഷിയായിരിക്കും അപ്പുറത്തേക്ക് ഉണ്ടാവും. അത് കടുത്ത ആഘാതം ഉണ്ടാക്കും. അത് താളം കൂടിയൊരവസ്ഥയാണ്. താളം കൂടിയൊരവസ്ഥ വെച്ചാൽ നമ്മൾ ഭയങ്കര റിജിഡിറ്റി ആയിരിക്കും. നമ്മൾ ചില ആളുകളെ പരിചയപ്പെട്ടിട്ടുണ്ടാവും. യാഥാസ്ഥിതികതയ്ക്ക് യാഥാസ്ഥിതികത വന്ന ഒരവസ്ഥയായിരിക്കും. അവർ പോകുന്നതിന് കടുകിട മാറൂല. ആ കടുകിടം മാറാത്ത ഒരാളുടെ കൂടെ ജീവിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒന്നുകിൽ യുക്തി കൂടിയൊരവസ്ഥ അല്ലെങ്കിൽ താളം കൂടിയൊരവസ്ഥ. ഈ അവസ്ഥ നാഡീജാലം പ്രകടിപ്പിക്കാൻ തുടങ്ങും. അവർക്ക് ഒന്നുകിൽ സ്ഥിരം വഴിമാറി യുക്തികൾ ഇട്ടിട്ട് അതിന്റെ സ്വാഭാവിക ശേഷിയിൽ നിന്നും ദൂരത്തേക്ക് പോകും. അല്ലെങ്കിലോ താളം കൂടി റിജിഡിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ രണ്ടവസ്ഥയിലും, താളം കൂടിയാലും ശരി യുക്തി കൂടിയാലും ശരി, ഈ രണ്ടവസ്ഥയിലും ഈ കോർട്ടിക്കൽ മീഡിയേഷൻ എന്നുള്ള പ്രോസസ് കൃത്യമായിട്ട് നടക്കില്ല. പിന്നെ കോർട്ടക്സ് കൊണ്ട് ഇതിനെ ക്രമീകരിക്കാന്ന് വെച്ച് കഴിഞ്ഞാലോ, ഇതിന്റെ തുടക്കം ഇവിടെയല്ല. ഇതിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന സഹജാവബോധം എന്നുള്ളത് ഏറ്റവും ഉള്ളിലാണ് ഇരിക്കുന്നത്. അവിടെയാണ് ഇതിന്റെ സ്പന്ദനങ്ങളും ഇതിന്റെ ആ സ്വഭാവങ്ങളും ഫാക്കൽറ്റികളും ഫെസിലിറ്റീസും എല്ലാം നിർണയിച്ചിട്ടുള്ളത്. പിന്നെ ഇതെങ്ങനെ കൈകാര്യം ചെയ്യും? ഈ കുറവുണ്ടല്ലോ, ഈ കുറവ് എവിടെയാണ് എന്ന് കോർട്ടക്സിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഈ കോർട്ടക്സിനെ ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ കോർട്ടക്കാർവ് എന്നുള്ള പരിശീലനം ചെയ്യുന്നത്. നമ്മുടെ കുറവ് എവിടെയാണ്? താളം കൂടിയതാണോ, യുക്തി കൂടിയതാണോ? താളം കൂടിയ ഒരവസ്ഥയുണ്ടെന്നും അല്ലെങ്കിൽ യുക്തി കൂടിയ ഒരു അവസ്ഥയുണ്ടെന്നും ഇതിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടെന്ന്, അങ്ങനെ ഒരു അവസ്ഥയുണ്ടെന്ന് ആദ്യം ബോധ്യമാണ്. അത് എന്റെ ജീവിതത്തിൽ ഇന്ന ഭാഗങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. അതെന്റെ പരിസ്ഥിതിയെയും ആത്മസ്ഥിതിയെയും തമ്മിൽ ബന്ധിപ്പിക്കാതെ കൊണ്ടുപോകുന്നുണ്ട്. എന്റെ സഹപരിസരത്തെ അല്ലെങ്കിൽ എന്റെ സഹസ്ഥിതിയെ അതിനോട് ഹാർമോണിയസ് ആയിട്ട് പോകാൻ കഴിയാതെ വരുന്നു എന്ന് ബോധ്യപ്പെടേണ്ടതുണ്ട്. അവിടെ നമ്മുടെ താളത്തിലെ അസമന്വയം നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടേണ്ടതുണ്ട്. നമ്മൾ വസ്തുക്കളെ കൈകാര്യം ചെയ്യുന്നത്, നമ്മുടെ ചുറ്റുമുള്ള ഓബ്ജക്റ്റുകളെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൽ എന്തെങ്കിലും ഡിസ്ഹാർമണി സംഭവിക്കുന്നുണ്ടോ, അതിന് ന്യൂനതകൾ വരുന്നുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. നമ്മുടെ ദിശ, നമ്മൾ ഏത് ദിശയെ നമ്മൾ പിന്തുടരുന്നു, ദിശയെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇപ്പൊ ഞാൻ നിൽക്കുന്ന ദിശ അത് ഭൂമിയുടെ ദിശയുമായിട്ട് ചേർന്ന് പോകുന്നുണ്ടോ? എന്റെ കമ്മ്യൂണിറ്റിയുടെ ദിശയുമായിട്ട് ചേർന്ന് പോകുന്നുണ്ടോ? ഇവിടുത്തെ ഈ സമയത്തിന്റെ ധർമ്മത്തിന്റെ ദിശയുമായി ചേർന്ന് പോകുന്നുണ്ടോ? അവിടുത്തെ വേഗം ഇതുമായി ചേർന്ന് പോകുന്നുണ്ടോ? ഇവിടെ അസന്തുലിതാവസ്ഥ വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും. അങ്ങനെ വരുമ്പോ ഞാനൊരു കൂട്ടത്തിൽ മുൻപോട്ട് പോകുന്ന സമയത്ത് ഞാൻ മറ്റുള്ളവർ ചലിക്കുന്നതിനൊപ്പം ചലിച്ചില്ലെങ്കിൽ കൂട്ടിയിടി ഉണ്ടാവും. എല്ലാവരും മുൻപോട്ട് പോകുമ്പോൾ ഞാൻ പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ കൂട്ടിയിടിക്കും. അപ്പോ ഈ ദിശയുടെയും വേഗത്തിന്റെയും സ്പേസിന്റെയും ഒക്കെ സ്റ്റേജസിനെ കൈകാര്യം ചെയ്യാൻ കഴിയാതെ വരുന്നുണ്ടെങ്കിൽ, അവിടെ അസന്തുലിതാവസ്ഥ വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് അങ്ങനെ ഒരു ന്യൂനത വരുന്നുണ്ട്. എന്റെ സഹജാവബോധത്തില് ഫാക്കൽറ്റി ഈ വിധത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിനെ ഞാൻ ഇത്രയും കാലം സമന്വയം എന്നാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ കോർട്ടക്സ് ഉപയോഗിക്കുന്ന സമയത്ത് ഈ വിധത്തിൽ അസമന്വയം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാതെ ഇരുന്നിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത് മനസ്സിലാക്കുന്നു എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ വരണം.
അവിടെ ഇവയെ ഏകീകരിക്കേണ്ടത് സമന്വയം ആവശ്യമാണെന്ന് തിരിച്ചറിയണം. ഇതെല്ലാവർക്കും തിരിച്ചറിയില്ല, അതാണ് ഏറ്റവും രസം. സമന്വയം ആവശ്യമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് വരണം. ഈ തിരിച്ചറിവുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ പതുക്കെ തിരുത്താൻ ശ്രമിക്കാൻ പറ്റും. തിരിക്കാൻ ശ്രദ്ധയോടുകൂടി അതിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഈ ബോധ്യമുണ്ടാകാൻ, ഈ താള വിഭേദനമുള്ളത് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലാണ് നമ്മുടെ നിർമ്മിതി, നമ്മുടെ സാമൂഹ്യ നിർമ്മിതി. ഇത് തിരിച്ചറിയാനുള്ള ഏക പരിശീലനം എനിക്കറിയാവുന്നത് കേട്ടോ, എനിക്കറിയാവുന്ന ഏക പരിശീലനം എന്ന് പറയുന്നത് കോട്ടയക്കാർവാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോ അത് ആ താളത്തിലാക്കുക എന്നുള്ളത് ഇപ്പൊ കൂട്ടായിട്ട് നൃത്തം ചെയ്യുന്നവർ, കൂട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടല്ലോ, ടീം ബിൽഡിംഗ് ഒക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, അവർ ഈ ഹാർമണി എന്നുള്ള സംഭവത്തെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാറുണ്ട്. അത് മനസ്സിലാക്കി ഏതെല്ലാമോ മഹാനുഭാവന്മാർ അത് നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് കൃത്യമായിട്ട് താളക്കുറവുണ്ടെന്ന് അവനവന് ബോധ്യപ്പെടാൻ എന്താ ചെയ്യേണ്ടത്? അത് മനസ്സിലാക്കാനുള്ള മാർഗം, എനിക്കറിയാവുന്ന മാർഗം കോട്ടക്കാർ പരിശീലനം മാത്രം. മറ്റേതെങ്കിലും താള പരിശീലന സംവിധാനത്തിൽ അങ്ങനെ വരുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. സ്വയം മനസ്സിലാക്കണമല്ലോ. സ്വയം മനസ്സിലാക്കി സ്വയം തിരുത്താനുള്ള ഒരു മാർഗം വേണം. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കോട്ടക്കാർവ് എന്നുള്ളത് പരിശീലിക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ്. ഈ കോർട്ടിക്കൽ മീഡിയേഷൻ എന്നുള്ളൊരു അവസ്ഥയാണ് അകത്തെയും പുറത്തെയും ബന്ധിപ്പിക്കുന്നത്. ഇത് കൃത്യമാകുമ്പോഴാണ് ജീവിതം സമതുലിതമാകുന്നത്. ഇത് കൃത്യമാകാതെ പോകുന്ന സമയത്ത് ജീവിതത്തിൽ, മനസ്സിൽ, ചിന്തയിലെ, പ്രവർത്തനത്തിലെല്ലാം തന്നെ അസമന്വയം, ഡിസ്ഹാർമണി ഉണ്ടാവും. അവിടെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും, സംഘർഷം ഉണ്ടാവും. അപ്പൊ ഇത് അതിജീവിക്കണമെങ്കിൽ ശരിയായി ഇത് ഇപ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. സമാജത്തിന്റെ അല്ലെങ്കിൽ പരിസ്ഥിതിയുടെയും ആത്മസ്ഥിതിയുടെയും താളഭേദങ്ങൾ മനസ്സിലാക്കണം. ഇവ ഏകീകരിക്കാനായിട്ട് ബോധപൂർവമുള്ള ഒരു പ്രവർത്തനം, ബോധപൂർവമുള്ള ഒരു സമന്വയം നമ്മൾ സൃഷ്ടിക്കേണ്ടി വരും. ആ ബോധപൂർവമുള്ള സമന്വയം സൃഷ്ടിക്കണമെങ്കിൽ ആദ്യം അത് തിരിച്ചറിയണം. നമ്മളെ ഡിസ്ഹാർമണി എവിടെയാ സംഭവിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയണം. എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുകൊണ്ട് തിരിച്ചറിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായി. ഇതിന് ഈ കോർട്ടിക്കൽ മീഡിയേഷൻ എന്നുള്ളതിന്റെ ഇനാക്യുറസി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കോട്ടക്കാർ എന്നുള്ള പ്രോസസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം അതെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം അതിലേക്ക് നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ കൊണ്ടുവന്ന് അതിനകത്ത് നിർത്തി അതിനെ ഹാൻഡിൽ ചെയ്യിപ്പിക്കുന്നു. എപ്പോഴെല്ലാം നമുക്ക് ഈ കോർട്ടിക്കൽ മീഡിയേഷൻ ആവശ്യമുണ്ടോ അപ്പോഴെല്ലാം തന്നെ നമ്മുടെ അറ്റൻഷൻ അതിനകത്ത് നിന്നുകൊണ്ട് ഈ ക്രമം തെറ്റിയ അവസ്ഥകളെ ക്രമത്തിലാക്കി കൊണ്ടുവന്ന് ഹാർമണി മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോൾ അകവും പുറവും ഏകീകരിക്കപ്പെടും. അപ്പോൾ നമുക്ക് നമ്മുടെ ആത്മസ്ഥിതിയും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധമുണ്ടാവും. അത് ഞാൻ എന്നുള്ള വ്യക്തിയുടെ ആത്മസ്ഥിതിയും പരിസ്ഥിതിയും മാത്രം അല്ല, ഇത് ഓരോ വ്യവസ്ഥാ തലങ്ങളുടെയും ആത്മസ്ഥിതിയും പരിസ്ഥിതിയും തമ്മിൽ ബന്ധിപ്പിക്കാൻ ഇതിന് കഴിയും. അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് കോട്ടക്കാവ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോ നിങ്ങളുടെ അകത്ത് ഈ കോർട്ടിക്കൽ മീഡിയേഷനിലെ ഇനാക്യുറസി നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു കാര്യത്തെ നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് നാളെ തുടർ പാഠങ്ങളിലേക്ക് പോകാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.